സങ്കടമൊക്കെ വിട്ടിരിക്കാൻ നമുക്കൊരു വോക്കിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രഷ് ആവുന്നത്. അതായത് നമസ്കാരം ഡെഫിനറ്റ്ലി പഠിച്ചുകൊണ്ട് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അതിലിങ്ങനെ ഒരു പാർട്ട് കൂടിയുണ്ട്, നമ്മൾ ഫിസിക്കലി എൻഗേജ്ഡ് ആവുന്ന ഒരു പാർട്ട്. നമ്മൾ ആ കുറച്ച് സമയത്തേക്കെങ്കിലും വേൾഡിൽ നിന്ന് ഡിറ്റാച്ച്ഡായി നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ റബ്ബിനോട് ചോദിക്കുന്ന മൊമെൻറ്റുകൾ, റബ്ബിന് മുമ്പ് സുജൂദ് കിടക്കുമ്പോഴുള്ള ഫീല്, നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ മുസല്ല കിടക്കുമ്പോഴുള്ള ഫീല്, ഇതൊക്കെ ഒരു തെറാപ്പിയൊക്കെ കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വില മനസ്സിലാക്കി അതിലേക്ക് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഈ മാറ്റം വന്നത് എന്ന് മാത്രം. അതുപോലെ തന്നെ ദുആ ചെല്ലും, അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് അക്ബർ അസ്തഗ്ഫിറുല്ലാഹ്. നമ്മളോട് ജേർണലിംഗ് ചെയ്യാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെ മേക്കപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, അതിൽ ഗ്രേറ്റ്ഫുൾ ആവുക എന്നാണ് നമ്മളോട് പറയുക. നമ്മൾ ശരിക്കും ചെയ്യുന്ന ദിക്റുകളും ദുആകളും അത് തന്നെയല്ലേ. നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ട് നമ്മൾ തുറന്നു പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോൾ റബ്ബ് പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാണ് നമ്മൾ തെറ്റുകൾ പൊറുക്കപ്പെട്ടു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അൽഹംദുലില്ലാഹ് പറയണം. നമുക്ക് ഫുഡ് കഴിക്കാൻ കിട്ടില്ല, എത്രയോ മനുഷ്യരാണ് പട്ടിണി നടക്കുന്നത്. നമുക്ക് ഒരു റൂഫ് ഓവർ അവർ ഹെഡ്, നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം, നമുക്ക് അന്ന് നമ്മളോട് കാരുണ്യത്തോടെ പെരുമാറിയ കുറച്ച് മനുഷ്യർ. അപ്പോൾ ആ റിഫ്ലക്ഷൻ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മളത് ഗ്രേറ്റ്ഫുൾ ആണ്, അൽഹംദുലില്ലാഹ് പറയാണ്. അതുപോലെ ദുആകൾ, നമ്മൾ നമ്മുടെ വിഷമങ്ങളും ആകുലതകളും മറ്റേത് തെറാപ്പിയൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു റബ്ബിനോട് പറയുമ്പോൾ, നമ്മൾ തെറാപ്പിസ്റ്റോട് പറയുമ്പോൾ മേ ഓർ മേ നോട്ട് അവരുടെ സൊല്യൂഷൻ ഉണ്ടാവില്ലാതിരിക്കാം. പക്ഷെ നമ്മൾ റബ്ബിനോട് പറയുമ്പോൾ നമുക്ക് അറിയാം അവരുടെ സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ തന്നെ ദി പോസിറ്റീവ് എന്ന്, അത് എന്താണ് നമ്മൾ സൈക്കോളജിക്കലി നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒപ്റ്റിമിസ്റ്റിക് ആവുക. ഈമാൻ എന്നുള്ളതിലും വലിയ ഒപ്റ്റിമിസം കാര്യമുണ്ടോ? എന്തൊക്കെ വന്നാലും പഠിച്ച് എന്നെ സഹായിക്കുന്നുള്ളൊരു ഈമാൻ, അതിലും വലിയ ഓപ്റ്റിമിസം മറ്റൊന്നുമില്ല. അങ്ങനെ പല രീതിയിലും ഇസ്ലാം ഈസ് ആക്ച്വലി ബിൽറ്റ് ഫോർ ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. റീഡിങ് ക്യാൻ റിയലി ഇംപ്രൂവ് യുവർ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദെയർ ബെറ്റർ ദാൻ ഖുർആൻ ടു റീഡ് എന്നുള്ളതാണ്. പഠിച്ചുള്ള റീഅഷ്വറൻസുകൾ, റബ്ബ് നമുക്ക് തന്നിട്ടുള്ള ബ്ലെസ്സിങ്സുകൾ, ലോകത്ത് റബ്ബ് നടത്തിയിട്ടുള്ള അത്ഭുതങ്ങൾ, നമുക്ക് ഹോപ്പ് നൽകുന്ന പല കഥകൾ. മറ്റേത് എനിക്ക് തോന്നുന്നു ലൈഫിനൊരു ഓർഡർ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു മുസ്ലിമായി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നീറ്റ്നെസ്സിൻ്റെ കാര്യം ശ്രദ്ധിച്ചു തുടങ്ങും. അതുപോലെ എന്തായാലും നമുക്ക് രാവിലെ എഴുന്നേൽക്കണം സുബഹി നമസ്കരിക്കാനായിട്ട്. പിന്നെ നമ്മൾ എന്ത് മെൽറ്റ് ഡൗൺ ആയിട്ടിരുന്നാൽ പോലും ഈ 5 പോയിൻറ്റ്സിൽ നമ്മൾ അലാം വെച്ചതുപോലെ നമ്മൾ ലൈഫിലേക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരേണ്ടി വരും. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ലൈഫിനൊരു ഓർഡർ വരും. ആൻഡ് ഓൾസോ ആ ലൈഫിൻ്റെ ഓർഡർ തിരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് മെൻ്റലി ഹെൽത്തി ആയി ജീവിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഫാസ്റ്റിംഗ് ക്യാൻ റിയലി മേക്ക് a big difference in our life. അങ്ങനെ ഇതുപോലെ പല കാര്യങ്ങളും. സോ അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഷെയർ ചെയ്താൽ മതി.